ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ നമ്മുടെ RRB ALP എന്താണ്? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് 2026 നമ്മുടെ RRBയുടെ കലണ്ടർ ഓൾറെഡി പബ്ലിഷ് ചെയ്തല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഫെബ്രുവരി മാർച്ചോട് കൂടി എന്തായാലും RRB 2026 RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അതിന് മുന്നേയായിട്ട് ഇപ്പം 2025 എക്സാം നമുക്ക് അടുത്തോണ്ടിരിക്കുന്നു. നമുക്കറിയാം RRB ALP 2025 ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാത്തവർ നോക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉടനെ തന്നെ എക്സാം വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഉടനെ തന്നെ എക്സാം 2025 എക്സാം ഉടനെ തന്നെ ഉണ്ടാവും. ഇനി 2026 നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫെബ്രുവരി മാർച്ചോട് കൂടി നോട്ടിഫിക്കേഷൻ റിലീസ് ആവും. അപ്പൊ അതിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. 2026 ALP എക്സാം ഞാൻ പറഞ്ഞു ഫെബ്രുവരി മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് എന്തായാലും 3 മാസം 4 മാസം എന്തായാലും കിട്ടും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ നിങ്ങൾക്കറിയാം RRB ALP ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രേഡ്, നമ്മുടെ കോർ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ ഒരു പേപ്പറും കൂടെ ഉണ്ടാവും. അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട്. സോ ഇപ്പം തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് നോക്കാം, പാറ്റേൺ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. RRB ALPയിൽ CBT 1 നോക്കുമ്പോൾ നമുക്ക് മാത്സ്, റീസണിങ്, സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇത്രയും സബ്ജക്ട്സ് ആണ് CBT 1 വരുന്നത്. അപ്പോൾ മാത്സ് നോക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 20 മാർക്കാണ്. ഇനി റീസണിങ്ങിൽ വരുമ്പോൾ റീസണിങ്ങിൽ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്ക് വെച്ചിട്ട് 25 മാർക്കാണ് വരുന്നത്. പിന്നെ ജനറൽ സയൻസിലാവുമ്പോഴത്തേക്കും 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പം 10 ക്വസ്റ്റ്യൻ ആണ് അതിൽ നിന്ന് ചോദിക്കുക. അതായത് കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് വെറും 10 ചോദ്യങ്ങളാണ്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 10 മാർക്കുമാണ് അതിൽ നിന്ന് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 75 മാർക്സിലാണ് എക്സാം വരുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ്സ് ആണ് കേട്ടോ. 60 മിനിറ്റ്സ് ആണ് ടോട്ടൽ. 60 മിനിറ്റ്സ് ആണ്. അതിനകത്ത് ഓരോ സബ്ജക്റ്റ് തിരിച്ചിട്ട് ടൈം ഒന്നുമില്ല. മൊത്തത്തിൽ ഒരു 60 മിനിറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി അറിയാം, റീസണിങ്ങിലാണ് അല്ലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, കൂടുതൽ മാർക്ക് വരുന്നത് റീസണിങ്ങിൽ നിന്നാണ്. പിന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ മാത്സ് ആൻഡ് സയൻസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ എന്താണ്, മാത്സും റീസണിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക. അതുപോലെ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സയൻസും കറണ്ട് അഫയേഴ്സും ഒക്കെ ആണെങ്കിലും ഇപ്പം തന്നെ പഠിച്ചു പോവുക. റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് റിവിഷനും കൂടെ 2ഉം 3ഉം വട്ടമൊക്കെ റിവിഷൻ ചെയ്ത് നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ CBT 2 നമ്മൾ പഠിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് പഠിക്കുക. അതായത് നമ്മുടെ ട്രേഡ് സബ്ജക്റ്റ് ഏതാണോ അതും കൂടെ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഈ CBT 1 കഴിഞ്ഞിട്ട് കുറച്ച് സമയം മാത്രമേ CBT 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. ഇപ്പം തന്നെ പഠിക്കുമ്പോൾ ട്രേഡും കൂടെ പഠിച്ചു പോവുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ടൈം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷൻ ആവും അല്ലേ, ആ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ആ കുറച്ച് ദിവസം എടുക്കുമ്പോൾ അതിനുള്ളിൽ എങ്ങനെ പഠിച്ചു തീർക്കുന്നു വെച്ചിട്ട് എല്ലാവരും ആകെ ടെൻസ്ഡ് ആവും, ആകെ കൊളാവും. സോ ഏറ്റവും ബെറ്റർ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുന്നതും ആണ് CBT 2 ഓൾസോ നമ്മൾ നോക്കി പോവുക. CBT 2 വരുമ്പോൾ നമുക്ക് 2 പേപ്പറാണ് കേട്ടോ വരുന്നത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതിൽ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൂടെ വരുന്നുണ്ട്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൂടെ പാർട്ട് 1 ഉൾപ്പെടുന്നതാണ്. അതിൽ മൊത്തത്തിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്സ് ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ് കേട്ടോ, 90 മിനിറ്റ്സ് ആണ്. പിന്നെ പേപ്പർ 2 വരുമ്പോഴാണ് നമ്മുടെ ട്രേഡ് ഏതാണോ നമ്മൾ ചൂസ് ചെയ്ത ട്രേഡ് വരുന്നത്. ആ ട്രേഡിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് 75 ക്വസ്റ്റ്യൻസ് ആണ്, 75 മാർക്സ് ആണ് വരുന്നത്. അതിൻ്റെ ടൈമിങ് ഡിഫറെൻ്റ് ആണ്. ആദ്യത്തെ പേപ്പർ 1 മൊത്തമായിട്ട് 90 മിനിറ്റ്സ് ആയിരുന്നു. പേപ്പർ 2 മൊത്തമായിട്ട് 60 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ്, 175 മാർക്സ്, ഇൻ ടോട്ടൽ 150 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെയും പേപ്പർ 1 പേപ്പർ 2 കോമൺ ആയിട്ട് വരുന്നത് ഏതാ? മാത്സും റീസണിങ്ങും ആണ്. മാത്സും റീസണിങ്ങും
രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ CBT 2ലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ലെവൽ കൂടും. CBT 1ൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മാത്സും റീസണിങ്ങും കുറച്ചൊരു ലെവൽ കൂടും. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ബേസ് തൊട്ട് പഠിച്ചു പോവുക. ബേസ് തൊട്ട് പഠിച്ച് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് CBT 1ലെയും 2ലെയും ഒക്കെ നമുക്ക് ഏത് ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാൻ പാകത്തിനാവും. പിന്നെ പാർട്ട് ബിയിൽ, അതായത് ഈ പറഞ്ഞ റെലവൻറ്റ് ട്രേഡിൽ നിന്ന് വരുന്ന 75 മാർക്കിന് വരുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് ക്വാളിഫയിങ് ആണ്. 35% ആണ് എല്ലാ കാറ്റഗറീസിനും വരുന്നത്. 35% ആണ്. അതിന്റെ മാർക്ക് നമ്മൾ എടുക്കില്ല. പാർട്ട് എയിലെ മാർക്ക് മാത്രമാണ് നമുക്ക് റാങ്ക് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പാർട്ട് ബി ക്വാളിഫയിങ് ആണ്. ഓക്കെ, പാർട്ട് ബി ക്വാളിഫയിങ് ആണ്, അതും മൈൻഡിൽ വെച്ചേക്കാം. എന്ന് വെച്ചിട്ട് ക്വാളിഫയിങ് ആണല്ലോ, അപ്പൊ എങ്ങനെയെങ്കിലും പാസ്സാവും, 35% എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് തീരെ കോൺസെൻട്രേഷൻ കൊടുക്കാതെയും ഇരിക്കരുത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ കൺസെപ്റ്റ് ഫസ്റ്റ് പഠിക്കുക. കൺസെപ്റ്റ് പഠിച്ചാലാണ് നമുക്ക് എന്താണ് അതിനെ പിന്നെയും പഠിക്കുമ്പോൾ ഇതാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ, ഇപ്പം നമ്മൾ മൺഡേ ടു ഫ്രൈഡേ പഠിക്കുവാണെങ്കിൽ സാറ്റർഡേ എടുത്തിട്ട് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പഠിക്കുന്നു, സാറ്റർഡേ അതിൻ്റെ ഒരു റിവിഷൻ ചെയ്യാം. സാറ്റർഡേ മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ പുതിയൊരു കാര്യങ്ങളും പഠിക്കരുത്. മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങൾ എടുത്തിട്ട് സാറ്റർഡേ നമുക്ക് റിവൈസ് ചെയ്യാം. വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. വീക്ക്ലി ടെസ്റ്റ് ഒക്കെ എടുക്കുക. ദെൻ സൺഡേ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺഡേ ഒരു ബ്രേക്ക് എടുത്തിട്ട് മൺഡേ വീണ്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യാണ്, നമുക്ക് കുറേയധികം കുറച്ച് സമയമുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും മൺഡേ ടു സാറ്റർഡേ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. പിന്നെ വരുന്നത് മന്ത്ലി മോക്ക്. അപ്പോൾ വീക്ക്ലി ടെസ്റ്റ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ മാസം കൂടുമ്പോഴും ആ മന്തിൽ പഠിച്ച കാര്യങ്ങൾ നോക്കുക. ആ മന്ത്ലി പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീക്കിലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് മോക്ക് ടെസ്റ്റും മന്ത്ലി പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ CCയിൽ തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും വീക്കിലി റിവിഷനും കൊടുക്കും, അതുപോലെ വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അടുത്തത് പിന്നെ നമ്മൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഞാൻ ഓൾറെഡി കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇന്ന് പഠിക്കും, പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ട്രിഗണോമെട്രി ഫോർ എക്സാമ്പിൾ ഇന്ന് പഠിച്ചു, എന്നിട്ട് അത് 2 ദിവസം ബുക്ക് തുറക്കുന്നില്ല, അതങ്ങ് മാറ്റി വെച്ചു, പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എടുക്കുമ്പോൾ അതങ്ങ് മറന്നു പോകും. മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി നമ്മൾ നോക്കുക. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ചത് എന്താണോ അത് ഫസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ ആദ്യം ടൈം കൊടുക്കുക. ഇന്നലെ പഠിച്ചത് ഒരു ക്വിക്ക് റിവിഷൻ ഫസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ എന്താണ് RRB ALPക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഞാൻ പറഞ്ഞു. ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലെ 2026 RRB ALP എക്സാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ നൗ. ഓക്കെ, പിന്നെ RRB ALPയുടെ നമ്മളിപ്പോൾ തന്നെ ഉടനെ തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കൺസിസ്റ്റൻസി ആണ് കീ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, ഈ വീക്ക്ലി മോക്ക് ടെസ്റ്റ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മളുടെ CCയിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. വീക്ക്ലി മോക്ക് ടെസ്റ്റ് എടുക്കാനായാലും ശരി, അതിലെവിടെയാണ് തെറ്റിപ്പോയത്, ഓരോ സ്റ്റുഡൻറ്റിനും എവിടെയാണ് അവരുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള മെൻറ്റേഴ്സും നമ്മുടെ CCയിലുണ്ട്. അപ്പോൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും എക്സാം പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു.